ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്താലോ? നമുക്ക് ഫംഗ്ഷനൊക്കെ വരുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? നമ്മുടെ സ്കിൻ എങ്ങനെ ബ്രൈറ്റൻ ചെയ്യാം, അതുപോലെ ഗ്ലോ ആക്കാം. നമ്മളിപ്പോൾ വെയിലത്ത് പോയി നല്ല ടാനൊക്കെ അടിച്ചിരിക്കുന്നവരാണെങ്കിലും നമുക്ക് ഫംഗ്ഷൻ എത്രത്തോളം നമ്മുടെ സ്കിന്നെ മെച്ചപ്പെടുത്താം എന്നല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആക്കി എടുത്താലോ? മിക്കവാറും നമുക്ക് ഫംഗ്ഷൻ്റെ തലേ ദിവസം ഒന്നും പാർലറിൽ പോകാനോ ഫേഷ്യൽ ചെയ്യാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ചെറിയ ചെറിയ പൊടിക്കൈ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനുള്ള ചെറിയൊരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തൈര് ഉണ്ടാകുമല്ലോ. തൈര് എന്ന് പറയുമ്പോൾ നല്ലൊരു ക്ലെൻസർ കൂടിയാണ് കേട്ടോ. തൈരും മഞ്ഞളും ഫേസിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടാനൊക്കെ മാറി സ്കിൻ ടോണിങ്ങിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പാക്ക് തയ്യാറാക്കാൻ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് തൈരാണ്. ഈ തൈരിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് മുൾത്താണി മിട്ടി നമുക്ക് കടകളിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ മുൾത്താണി മിട്ടി യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം പച്ചരി പൊടിച്ചത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്, നല്ല ബ്രൈറ്റ്നസ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാക്കിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂ കോഫി യൂസ് ചെയ്തിപ്പം 2 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. നോർമൽ സ്കിന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് മതിയാകും. പക്ഷെ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാനിതിൽ 1-2 കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പാക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് 1-2 കാര്യങ്ങൾ കൂടെ ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഇത് പാക്ക് ഇടുന്നതിന് മുമ്പും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഹെയറൊക്കെ ഒന്ന് നന്നായി ടൈ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ ഹെയർ ഒന്നും വരത്തില്ല. നെക്സ്റ്റ് നമ്മുടെ ഫേസിലുള്ള ഡേർട്ടെല്ലാം ഒന്ന് നമ്മൾ വാഷ് ചെയ്യണം. ഒരു കോട്ടണിൽ മുക്കിയിട്ട് നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ ഡേർട്ട് റിമൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും നമ്മുടെ കഴുത്തിൽ കൂടി ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ കഴുത്തിന് നിറം കിട്ടിയാൽ മാത്രമേ ഫേസിൽ അത്രത്തോളം അത് അട്രാക്ഷൻ വരത്തുള്ളൂ. കണ്ടോ, അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അത് തുടച്ചു. പിന്നെ എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്, നമ്മൾ അതും അങ്ങനെ റിമൂവ് ചെയ്തു. നമ്മൾ ഫേസിൽ ഏതൊരു പാക്ക് ഇടുന്നതിന് മുമ്പും ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വീട്ടിൽ ക്ലെൻസിങ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്ലെൻസിങ് മിൽക്ക് ഇല്ലാത്തവരാണെങ്കിൽ പാല് യൂസ് ചെയ്യാം. പാലെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ്. തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തൈരായതുകൊണ്ട് ഞാൻ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൈര് വെച്ച് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ തൈരൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. ക്ലെൻസിങ് മിൽക്ക് തന്നെ വേണമെന്നില്ല. ക്ലെൻസിങ് മിൽക്ക് ഉള്ളവരാണെങ്കിൽ അത് വെച്ച് ക്ലെൻസ് ചെയ്യാം. ഇതിപ്പോൾ തൈര് നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൈര് വെച്ച് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കോട്ടൺ വെച്ചെന്തെങ്കിലും റിമൂവ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഈ ടവൽ വെള്ളം നനച്ച് ജസ്റ്റ് ഫേസ് ഒന്ന് നമുക്ക് തുടയ്ക്കാം. ഇപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് ഫേസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രബ് യൂസ് ചെയ്യാം. ഈ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പഞ്ചസാരയുണ്ട്, കോഫി പൗഡർ, പിന്നെ ഇതിൽ കുറച്ചു റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോസ് വാട്ടർ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും. പിന്നെ ഈ റോസ് വാട്ടർ ആകുമ്പോൾ എല്ലാ സ്കിൻകാർക്കും ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. അലർജി അങ്ങനെയൊന്നും വരാറില്ല സാധാരണ റോസ് വാട്ടറിന്. പിന്നെ അതുപോലെ കോഫി പൗഡറും നമ്മുടെ റോസ് വാട്ടർ നമ്മൾ കിടക്കാൻ സമയത്ത് ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ ഫേസിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ആകണം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിൻ്റെയൊക്കെ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് നല്ല ക്ലീൻ ആക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. കൂടുതലും നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തും ഇവിടെയൊക്കെയാണ് ഈ വൈറ്റ് ഹെഡ്സ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ഓക്കെ ആവും. ഇപ്പോൾ നമ്മൾ സ്ക്രബ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്.
നമുക്കൊരു ടവലിൽ വെള്ളം മുക്കി ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനും സ്ക്രബ് ചെയ്യാനൊന്നും ടൈം ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ പാക്ക് യൂസ് ചെയ്യാം. എങ്കിലും നമ്മളിപ്പോൾ ഫേസിന് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ജസ്റ്റ് ഒരു ക്ലെൻസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമല്ല, നമുക്കൊരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ സ്ക്രബ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറേ നാളായി, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു സ്ക്രബ് കൂടെ യൂസ് ചെയ്തത്. എന്തായാലും നമ്മൾ പാക്ക് ഇടുന്നതിന് മുമ്പ് ക്ലെൻസിങ് മസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കടുത്ത് പാക്ക് ഇടാം. ഇതിപ്പോൾ പാക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലൊരു 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ മുൾത്താണി മിട്ടി ഇട്ട് കൊടുക്കാം. അത് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ അരിപ്പൊടി. ഇത് നമ്മുടെ പച്ചരി പൊടിച്ചതാണ്. അരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിക്കുക. നെക്സ്റ്റ് നമുക്കൊരു ഇത്തിരി കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട റോസ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അത് നല്ലതാണ്. ഏതൊരു പാക്കും നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിടുന്നത് നല്ലതാണ് കേട്ടോ. പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നമുക്ക് ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിൽ ഒരു 2 ഡ്രോപ്പ് ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 or 3 ഡ്രോപ്പ് മതിയാകും. ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സ്കിന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. പാക്ക് ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പാക്ക് നമ്മൾ മാക്സിമം ഒരു 20 മിനിറ്റ്സ് ഇട്ടാൽ മതിയാകും. അതിൽ കൂടുതൽ ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുപോലെ ഏത് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ സംസാരിക്കാൻ പാടില്ല. വായൊക്കെ അടച്ച് മിണ്ടാതിരിക്കുക. പാക്ക് നല്ലപോലെ ഉണങ്ങാൻ വിടരുത്. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും ഒക്കെ വരാതിരിക്കും. അപ്പോൾ നമുക്ക് പാക്ക് ഇടാം. മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ചെറിയൊരു മസാജ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ടവൽ വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു മാറ്റമുണ്ട്. ഇതിപ്പോൾ എൻ്റെ സ്കിന്ന് അത്യാവശ്യം ബ്രൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്യാമറയിൽ അത്രത്തോളം അത് അറിയാൻ പറ്റത്തില്ല. ഇത് എല്ലാ സ്കിൻകാർക്കും നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.